ഹലോ നമസ്കാരം. നമ്മളെന്നുള്ളത് വയനാട്ടിലെ 4 വർഷം മുന്നേ റൂഫിംഗ് ഷിംഗിൾസ് ചെയ്ത എൻജയുടെ ഒരു സൈറ്റിലാണുള്ളത്. വയനാട് മീനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇത് ഈ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരങ്ങളിലേക്കായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ കൂടിയേട്ടാ എങ്ങനെയുണ്ട് നമ്മളെ വർക്കും കാര്യങ്ങളും സർവീസൊക്കെ? കുഴപ്പമില്ല. 4 വർഷം മുമ്പ് ചെയ്തത് നന്നായതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ വീട്ടിനും തന്നത്. പുതിയ വീട്ടിന് നമ്മൾ തന്നെ ഷിംഗിൾസ് നമ്മളെ വിളിച്ചു. ഈ കളറും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പണ്ട് ചെയ്ത അതേ കളറിന് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ സാറ്റിസ്ഫൈഡ് ആണ് വർക്കിനും കാര്യത്തിലൊക്കെ. അന്ന് നമ്മളത് ഡോക്കി ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ചെയ്തത്. ഒരു ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ കളർ 50 വർഷം വാറണ്ടി വരെ നമ്മളെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ റെയിൻ ഗട്ടേഴ്സും നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മൂത്തമ്മളുടെ വീടാണ്, അത് ഇളയമളുടെ വീടാണ്. അവര് രണ്ടുപേരും സൗദിയിലാണ്. എന്താണ് വർക്ക് ചെയ്യുന്നപ്പോ? അവര് നേഴ്സായിട്ട് രണ്ടുപേരും നൈസായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇളയമളുടെ മൂത്തമ്മളാണ്. മറ്റവരുടെ മക്കളൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 4 വർഷം മുന്നേ ഈ സൈറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി നമ്മുടെ സർവീസും ക്വാളിറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ സാമുക്കുട്ടി ചേട്ടൻ നമ്മളെ മൂപ്പരുടെ 2ാമത്തെ മോളുടെ വീടും നമുക്ക് ഷിംഗിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നമ്മുടെ എൻജയുടെ പ്രീമിയം ഷിംഗിൾസിൽ തന്നെ വരുന്ന ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 സ്ക്വയർ ഫീറ്റിനും 3000 സ്ക്വയർ ഫീറ്റിന് ഇടയിലായിട്ടാണ് അതിൻ്റെ ഏകദേശം ഒരു ക്വാണ്ടിറ്റി വരുന്നത്. ഇവിടെ ചെറിയ തോതിൽ മീൻ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വളർത്തുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് നിങ്ങൾ വീട്ടിൽ തന്നെയാണ് മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ? സ്വന്തം ആവശ്യത്തിന് വളർത്തുന്നു. എന്ത് മീനാണ് അതിൽ? ഇത് ഫിലോപ്പിയ ഉണ്ട്. ഫിലോപ്പിയ വേറെ രോഹു എന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ടല്ലേ? അപ്പൊ വളർച്ചയായോ? ഇപ്പൊ പിടിക്കാനൊക്കെ കഴിയണോ? ഇടയ്ക്ക് മക്കൾ വരുമ്പോ പിടിക്കും. വളരുന്നൊന്നും നോക്കൂല, പിടിക്കും. അപ്പൊ നമ്മള് 2ാമത്തെ വീട്ടിലിപ്പം ഷിംഗിൾസ് ഇട്ട വീട്ടിലിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ നമ്മളെ ഷിംഗിൾസ് ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം മുറ്റൊക്കെ നല്ല ഇന്റർലോക്ക് ഇട്ട് നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ചെടികളും ഇന്റർലോക്കും അതുപോലെ തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല ഫിനിഷിങ് സ്റ്റേജിലാണ് ഇപ്പം വീണ്ടും ഒരു കണ്ടീഷൻ നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. നമുക്ക് ചേട്ടാ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സിംഗിൾ സെറ്റ് കുഴപ്പമൊന്നുമില്ല. അവര് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വന്ന് ചെയ്തു തരാന്ന് പറഞ്ഞു. 5 വർഷമായിട്ട് അതിൽ ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്ഫാൾട്ട് ഓക്സിഡൈസർ ബിറ്റുമിനാണ് ഇതിലുള്ളത്. ഇതിന്റെ പ്രത്യേകത നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടാർ ഷീറ്റ് ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ബേസ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു കാലത്തും പിന്നെ ഇതിന് ലീക്കിന്റെ പ്രശ്നം ഒരിക്കലും ഇതിന് വരില്ല. പിന്നെ ഇതിന്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനുവൽസ് ശരിക്ക് കോപ്പർ കോട്ടഡ് ബസാൾട്ട് ഗ്രാനുവൽസ്. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ലാവയൊക്കെ ഉണ്ടല്ലോ, ഈ ലാവ സ്റ്റോണാണ് ശരിക്കും. അതിൻ്റെ മേലെ നമ്മളൊരു സെറാമിക് കോട്ടിങ് കോപ്പർ കോട്ടിങ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നതാണ്. അതാണ് അതിന് ഷിംഗിൾസിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് പല കളേഴ്സിലും നമ്മൾ കോട്ടിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല കളേഴ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 2 സൈറ്റിലും നമ്മൾ എൻജയുടെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 2 സൈറ്റും ചെയ്തതിന് ശേഷം നമ്മൾ പുള്ളിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതേ സെയിം സാധനം തന്നെയാണ് ചെയ്തത്. ചാർക്കോൾ ഗ്രേ എന്ന് പറഞ്ഞാൽ എൻജയുടെ പ്രീമിയം ഷിംഗിൾസ് വരുന്ന ചാർക്കോൾ ഗ്രേ. പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് നമ്മളൊരു ഇത് കണ്ടിട്ട് നമ്മൾ ഈ ചുറ്റുവട്ടത്തെ ഏകദേശം ഒരു 3-4 സൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും ഈ സൈറ്റുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല നമ്മൾ വയനാട്ടിൽ എവിടെ സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഒരു റെഫറൽ എന്നുള്ള രീതിയിൽ കസ്റ്റമർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേരാണ് നമ്മളെ സാമ്പുകുട്ടി ചേട്ടൻ്റെ പേര്. അപ്പോൾ ഏകദേശം വയനാട്ടിലെ എല്ലാവർക്കും പുള്ളിനെ അറിയാം. കാരണം ആൾ ഇവിടുത്തെ പഴയ ഒരു ജീപ്പിന്റെ ഡ്രൈവറൊക്കെ ആയിരുന്നു അല്ലേ? കാരണം ഞാൻ നിങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് അറിയും. പിന്നെ മീനങ്ങാടി പണ്ടത്തെ നമ്മൾ ജീപ്പ് ഡ്രൈവറൊക്കെ ആയിരുന്നു പുള്ളി എന്നൊക്കെ പറയുമ്പോൾ. പുള്ളിന്റെ വീടൊക്കെ നമ്മളാണ് ചെയ്തത്. റോഡ് സൈഡ് തന്നെയാണ് വീട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നിങ്ങളുടെ പേര് പറയുമ്പോൾ. ഞങ്ങൾ ഇത് ചെയ്തതിന് ശേഷം കുമ്പളേരി ഭാഗത്തുനിന്ന് 2-3 ആൾക്കാർ 3-4 പേര് വന്നു അന്വേഷിച്ചു. ഇതാരാ ചെയ്തത്, എങ്ങനെ ഉണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് ചെയ്ത ഷീറ്റ് എങ്ങനെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനുശേഷം തന്നെ ആയിരിക്കും. എനിക്ക് ഭാഗത്ത് ഒരു ചീങ്ങേരി ഒരു പള്ളീൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുമ്പളേരി നമ്മൾ ലെഫ്റ്റിലേക്ക് കയറിയിട്ടൊരു പിന്നെ ഒരു പള്ളീൻ്റെ വർക്ക്, 2 പള്ളീൻ്റെ വർക്ക് ഇപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് ചെയ്തു. അപ്പൊ നമുക്ക് ഈ സൈറ്റ് കിട്ടുന്നത് പിന്നെ എന്റെ ആങ്ങള കോടഞ്ചേരിയിലെ നാരങ്ങാത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ആങ്ങളയുടെ വീട് അവിടെ നരിക്കോട് നിന്നാണ് ഇത് വന്ന് ചെയ്തത്. അങ്ങനെ അവര് പറഞ്ഞാല്
നമ്മളിവിടെ ഇവിടെ ഉള്ളതായിട്ടും ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് ഇത് ചെയ്യുന്നു. ഓക്കെ, ഏതായാലും അതിന് ശേഷം നമുക്ക് ഒരുപാട് വർക്കുകൾ ഇവിടെ വയനാട്ടിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചു. പിന്നെ നമ്മളിവിടെ വയനാട്ടിൽ തന്നെ നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ല, നമ്മുടെ കണിയാമ്പറ്റ കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി റൂട്ടിൽ കണിയാമ്പറ്റ നമ്മളെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിന് ശേഷമൊക്കെ നമ്മളിവിടെ ഒരുപാട് വർക്കുകൾ വയനാട്ടിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ ന്യൂ ഫോമിൽ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ കാക്കവയല്, അപ്പൊ അവിടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇനി നേരെ പിന്നെ അമ്പലവയല് കാരാപ്പുഴ ഡാമിന്റെ സൈഡിൽ കള്ളാട്ട് പേൾ വില്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ. സാധാരണ ഇവിടെ വരുന്നവരെല്ലാം ചോദിക്കുന്നത് ഈ പാർട്ടിയെ കുറിച്ചാണ്. ഈ പാർട്ടി ഉള്ളതുകൊണ്ട് ഈ സിംഗിൾസ് ഇട്ട് വളരെ ഇതെങ്ങനെയാണ് ഈ പാർട്ടി ഉള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല. അവിടെ ഉള്ളതായിട്ട് അറിയില്ല. സാധാരണ പാത്തി വെച്ചാല് ഇങ്ങനെ ഒരു പാത്തി വെച്ചിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ക്ലാമ്പ് ഉള്ളിൽ നിന്ന് വരുന്നോണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. അപ്പൊ ഒരു ബോർഡർ ചെയ്ത ഒരു ഫിനിഷിംഗിൽ തന്നെ കറക്റ്റ് കാണും. ഉള്ളിൽ ക്ലാമ്പ് വരുന്നോണ്ട് അതുകൊണ്ടാണ് ആൾക്കാരെ പ്രത്യേകം തന്നെ ചോദിക്കാൻ കാരണം. ഇത്ര കാലം ഇപ്പൊ നമ്മൾ 5 വർഷമായി ഇപ്പൊ നമ്മൾ ആ പഴയ വീട് ചെയ്തിട്ട്. അപ്പം എന്താണ് ഇപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസും നിങ്ങളെ ഇതും? ഈ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാൻ അത് നല്ലതായിട്ടാണ്. അത് ഞങ്ങൾക്ക് നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നല്ല ഇതുവരെ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു കേടുപാട് വന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അവർ എപ്പോ വേണമെങ്കിലും വന്ന് സർവീസ് ചെയ്ത് തരും, എപ്പോ വിളിച്ചാലും. അത് നമ്മുടെ പിന്നെ കമ്പനിയുടെ ഒരു മെയിൻ പ്രത്യേകതയാണ്. നമ്മൾ ഇവിടെ എന്ത് ആവശ്യങ്ങൾക്ക് നമ്മുടെ പഴയ ക്ലയന്റ് ആരായിക്കോട്ടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് ഉടനടി സ്പോട്ടിൽ പോയിട്ട് എന്ത് കാര്യങ്ങളുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അത് നമ്മൾ എപ്പോഴും പിന്നെ നമ്മൾ ആ സൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പം മെറ്റീരിയൽ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പറയാറുണ്ട് 10 വർഷം നമ്മുടെ കമ്പനിയുടെ സർവീസ് ഫ്രീ സർവീസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ എല്ലാ ക്ലയൻറ്റും നമ്മൾ കൊടുക്കും. പിന്നെ അതിനുള്ള വാറണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും പിന്നെ സമ്പൂട്ടിച്ചേട്ടനും കുടുംബം നല്ല വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള റൂഫിംഗ് ഷിംഗിൾസുകൾക്കും റൂഫിംഗ് മെറ്റീരിയൽസുകൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ NJ ഇന്ത്യയെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്.